ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഡ്രിങ്ക് ആൻഡ് മീമറി. എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. കഴിഞ്ഞ ചക്കക്കാലത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അത് ഇടാൻ പറ്റിയത്. അപ്പോൾ കഴിഞ്ഞ ചക്കക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചക്ക ഉപയോഗിച്ച് പല പല വിഭവങ്ങൾ ട്രൈ ചെയ്തൊരു സമയമായിരുന്നു. ചക്കയുടെ ഗുണഫലങ്ങൾ അറിഞ്ഞിട്ടാണോ ചക്കയോടുള്ള ഇഷ്ടം കൂടിയോണ്ടാണോ എന്താണെന്നറിയില്ല, നമ്മൾ കഴിഞ്ഞ ചക്കക്കാലം നന്നായിട്ട് ആസ്വദിച്ചവരായിരുന്നു. സ്പെഷ്യലി ലോക്ക്ഡൗൺ സമയത്തായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചക്കക്കാലത്ത് വീട്ടിൽ ഉച്ചഭക്ഷണം വളരെ നാടൻ രീതിയിൽ ചക്കയൊക്കെ ഉപയോഗിച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണ്ടായി. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. പഴയ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അല്പം രസമുള്ളൊരു കാര്യമാണ്. തെക്കൻ നെല്ലിൻ്റെ അരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കഞ്ഞി, പിന്നെ അതിൻ്റെ കൂടെ ചക്ക എലിശ്ശേരി, പിന്നെ എന്താ പറയുക ചുട്ടരച്ചിട്ടുള്ള ചമ്മന്തി, കടുമാങ്ങ, എടയൂർ മുളക് വറുത്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചക്ക എലിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പറയാം. ചക്ക ചെറുതായിട്ട് ഇതേമാതിരി മുറിച്ച് അതിലേക്ക് കുറച്ച് ജീരകം, മുളക്, പിന്നെ തേങ്ങ കുറച്ച് വേണം. ഒരു തേങ്ങ ശരാശരി എന്തായാലും വേണം. കുറച്ച് അരയ്ക്കാനും വേണം, വറക്കാനും വേണം. ഉപ്പ്, കല്ലുപ്പ്, ചുമന്ന മുളക്, ഇത്രയാണ് ഇപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. ഇതിൽ കറിവേപ്പില ഉപയോഗിക്കില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ്. സാധാരണ ഈ പ്രദേശത്ത് കേട്ടോ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ ഈ പ്രദേശത്ത് കറിവേപ്പില വറവിന് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉരുളി ചൂടായി അതിലേക്ക് ആദ്യം നമ്മൾ ചക്ക മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ള ചക്ക ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മുളക്, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, ഇതാണ് ആ കൂട്ടത്തിൽ വേവലിനൊപ്പം തന്നെ ഒരു കാര്യം മറന്നു, 4 ചക്കക്കുരും വേണം അതിനകത്തേക്ക്. അത് ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഇതെല്ലാം അതിൽ ചേർക്കുക. നന്നായി ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, പച്ചവെള്ളം മതി, പച്ചവെള്ളം അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ആവശ്യത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് വെള്ളം അതിൽ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഉടയന്നെ വേണം, നന്നായിട്ട് ഉടഞ്ഞണം. ആ രീതിയിൽ വേവിക്കുക. എന്നിട്ട് നോക്കുക. ഇപ്പം ചക്ക ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് അരവ് വേണം. അതിലേക്ക് അരവിന് സാധാരണ ഇങ്ങനെ കുറച്ച് ജീരകവും തേങ്ങയും, ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങേൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് അരയ്ക്കുക. പച്ച തേങ്ങ അരയ്ക്കുക നന്നായിട്ട്. നന്നായിട്ട് ഇതലായിട്ടുള്ള കാളൊന്നും അരയ്ക്കുന്ന മാതിരി അരയ്ക്കേണ്ട എങ്കിലും ഒരു വിധം വെന്തിട്ട് എന്നിട്ട് അത് ഈ വെന്ത ചക്കയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലാ ഭാഗത്തും എത്തിച്ചിട്ട് ഒരു ലേശം ഒന്നും കൂടി അങ്ങോട്ട് വെന്തോട്ടെ. ചക്കയുടെ എന്താ പറയുക, തേങ്ങയുടെ ആ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ശരിക്കും അതിൽ യോജിച്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചീൻചട്ടിയിൽ നല്ല കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം. അതിൽ വറവ് ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, നന്നായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം കടുക് കുറച്ചധികം വേണം. അത് നല്ലോണം കൂടി പൊട്ടി വരുന്ന സമയത്ത് തേങ്ങ അതിലേക്ക് ചേർക്കുക. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വറക്കന്നെ വേണം. നന്നായിട്ട് ഇങ്ങോട്ട് വറുത്ത് കഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർക്കുക. പ്രധാന ഘടകം തന്നെ ഈ വറവിലാണ്. അതിൻ്റെ പ്രധാനമായിട്ട് തേങ്ങ നന്നായിട്ട് ചുമന്ന് വരുന്ന വേണം. കാണിച്ചു തരാം, നോക്കിക്കോളൂ. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അത് അപ്പോൾ ഇതേമാതിരി ചുമന്ന് വരുന്ന വേണം. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ എലിശ്ശേരിയിൽ ഇതങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും അതേമാതിരി ഇട്ടിട്ട് 4 വശത്തും ഇട്ടിട്ട് അസലായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ എലിശ്ശേരി
പാകത്തിനായി ഇപ്പോൾ. ഇനി അടുത്ത ഒരു പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി കാണാം. നമ്മൾ എലിശ്ശേരി ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഓട്ടോറിയിൽ ഉണ്ടാക്കുക, അതേമാതിരി കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ കലച്ചട്ടിയിൽ ഉണ്ടാക്കുക. ഇതിൻ്റെ ഒരു സ്വാദ് വളരെ പ്രധാനം തന്നെയാണ്. അത് അനുഭവിച്ചാൽ തന്നെ അത് അറിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അത് കലത്തിൽ കഞ്ഞി വെള്ളം നല്ല തിളയ്ക്കുക എന്ന് പറയല്ല, നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരിയിടുക. ഇനി അതോടൊപ്പം തന്നെ കനലിലാണ് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എന്നാണ് അപ്പം ഇതിന് പറയുക. കനലിൽ ചുട്ടെടുക്കുക. തേങ്ങ ഓരോ കഷ്ണങ്ങൾ നന്നായിട്ട് 4 ഭാഗമായിട്ട് നല്ല ചുട്ടെടുക്കുക. കനലിൽ തന്നെ എടുക്കണം. കനലിൽ ചുട്ട പപ്പടം കാച്ചിയ മോരുണ്ടെങ്കിൽ കാണാം ഊണിൻ്റെ വൈഭവം എന്ന് പഴയ കാലത്ത് പറയും. അപ്പോൾ ഈ കനലിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. കനലിൽ ചുട്ടെടുക്കണം. അങ്ങനെ ചുട്ടെടുത്തു. അതോടുകൂടി മുളകും വേണം ഈ കനലിൽ. ലേശം കറുപ്പൊക്കെ നിറം വരും, പക്ഷെ അതൊന്നും ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ സ്വാദ് കൂടുക ഈ കനലിൽ ചുട്ട് കഴിഞ്ഞ് വിചാരിച്ചാൽ. അതെടുത്തു. അല്ലേ ഏകദേശം ഇളം കറുപ്പൊക്കെ വന്നിട്ടുണ്ട് അവിടെയും ഇവിടെയൊക്കെ സാരില്ല. അതിലേക്ക് 2 പോള, 2 എന്താ പറയുക ചെറിയ ഉള്ളിയും കുറച്ച് പുളി ഉപ്പും ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ലേ അതുകൊണ്ട് അരച്ചെടുത്താൽ ചുട്ടരച്ച ചമ്മന്തിയായി. ഇനി ഇപ്പോൾ ഈ കഞ്ഞിയുടെ കൂടെ ഒരു വിശിഷ്ട ഭോജ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളെ എടയൂർക്കാരുടെ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള എടയൂർ മുളക്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അല്പം വലിപ്പം കൂടുതലുണ്ട്, എന്നാലോ പോഷകമൂല്യമുള്ളതുമാണ്, എരിവ് കുറവുമാണ്. ഇത് ഇങ്ങോട്ട് ചീന്ത അതേമാതിരി ഇങ്ങോട്ട് ചീന്തിയിട്ട് അതിലൊരു ശകലം ഉപ്പ് അങ്ങോട്ട് പുരട്ടുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു സ്വാദാണ്. പ്രത്യേകിച്ച് കഞ്ഞിക്ക് ഒരു വളരെ സുഖമുള്ളൊരു സ്വാദാണത്. എന്നാൽ ഈ പ്രത്യേകിച്ച് എടയൂർക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ഈ എടയൂർ പ്രദേശത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇത് സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിത് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വർഷത്തേക്ക് ഒരുമിച്ചുണ്ടാക്കും. അത് ഓരോ വർഷത്തേക്കും ആവശ്യത്തിനുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് അത് വാങ്ങിച്ച് ഉണക്കും. തുലാമാസം ഏകദേശം മഴ വരുന്നതിന് മുമ്പേ ഒക്കെ ശരിയാക്കി റെഡിയാക്കി വെക്കും. അങ്ങനെ ഒരു സമ്പ്രദായം കൂടിയും ഈ പ്രദേശത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നത് വെച്ചാൽ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.